നവംബർ 7 കുവൈറ്റ് വാർത്താ അപ്ഡേറ്റ്സ്. കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന ദേശീയ ക്വാറന്റൈൻ ഭേദഗതി നിയമം കേരളത്തിൽ ഇതുവരെ ബാധകമാക്കിയിട്ടില്ല. കാരണം കേരളത്തിൽ കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, മരണസംഖ്യയും കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്വാറന്റൈൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില നിയമ ഭേദഗതി തൽക്കാലം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് PCR ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ടുമായിട്ട് വരുന്ന ആളുകൾക്ക് നിർബന്ധിതമായ ക്വാറന്റൈൻ, 7 ദിവസത്തെ ക്വാറന്റൈൻ, 14 ദിവസത്തെ ക്വാറന്റൈൻ ഓരോ സംസ്ഥാനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത് തൽക്കാലം വേണ്ടതില്ല എന്ന രൂപത്തിലാണ് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നവംബർ 5-ാം തീയതി വൈകുന്നേരം ഒരു സർക്കുലർ ഇറക്കിയത്. അതിപ്പോൾ ഏതായാലും പ്രാബല്യത്തിൽ ഇല്ല കേരളത്തിൽ എന്നറിയുക. പല എയർപോർട്ടുകളിൽ നിന്നും ഇനി PCR ടെസ്റ്റ് ഇല്ലാതെ വരുന്നവർക്കും എയർപോർട്ടിൽ വെച്ച് തന്നെ PCR ടെസ്റ്റ് എടുത്തുകൊണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിലേക്ക് പോകാത്ത സാഹചര്യം വിഭാവന ചെയ്യുന്നതാണ് ദേശീയ നയമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ കൂടെ എഴുതിയിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ഡിസംബർ 5-നാണ് കുവൈറ്റിലെ തെരഞ്ഞെടുപ്പ്. അന്താരാഷ്ട്ര നിരീക്ഷകർ വരും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പല രാജ്യങ്ങളിൽ നിന്നും വരാൻ വേണ്ടിയുള്ള ഫ്ലൈറ്റ് സൗകര്യമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലും നിരീക്ഷകരെ കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 102 സ്കൂളുകളും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാക്കി സജ്ജീകരിച്ചു വരികയാണെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട്. ഒരു നേരിട്ടുള്ള പാർട്ടി സംവിധാനത്തിലല്ല തെരഞ്ഞെടുപ്പുള്ളത്. 2 ആന്ധ്ര സ്വദേശികൾ, തിരുപ്പതി സ്വദേശികളായിട്ടുള്ള 2 പേർ കടലിൽ കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ചു. ചിന്നയ്യ എന്ന 39 വയസ്സുകാരനും വീരയ്യ എന്ന 36 വയസ്സുകാരനുമാണ് മുങ്ങി മരിച്ചത്. ബദറുൽ മുല്ല കമ്പനിയിൽ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരായിരുന്നു ഇരുവരും. കുവൈറ്റിൽ ഇന്നും 4 പേർ മരിച്ചു. 742 പുതിയ കേസുകൾ, 626 രോഗമോചനം. ICUവിൽ കഴിയുന്നവർ 114. മൊത്തം രാജ്യത്ത് ആക്റ്റീവായി കഴിയുന്ന രോഗികളുടെ എണ്ണം 8508 ആണെന്നും അറിയിപ്പിൽ പറയുന്നു. ലോകത്ത് മൊത്തം കണക്ക് പരിശോധിച്ചാൽ 91,000-ലധികം ആളുകൾ ICUവിലുണ്ട്. ഇന്നലെയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ രോഗബാധ, 6,23,260. ഒപ്പം ഇന്നലെയായിരുന്നു ഏറ്റവും വലിയ മരണസംഖ്യയും പ്രകടമായത്, ലോക അടിസ്ഥാനത്തിൽ 9,084. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം അവസാനിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. 3 പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് മഹാസഖ്യം വിജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. ഒരുപക്ഷേ മഹാസഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തൂക്ക് മന്ത്രിസഭ അധികാരത്തിൽ വരും. അത് NDAക്ക് വേണമെങ്കിലും ആകാവുന്ന വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റിപ്പബ്ലിക് TV പറയുന്നു NDA 117 വരെ നേടുമ്പോൾ മഹാസഖ്യം 138 വരെ നേടിയേക്കാനുള്ള സാധ്യതയുണ്ടെന്നും തേജസ്വി യാദവാണ് മുഖ്യമന്ത്രിയാകാൻ പരമയോഗ്യനെന്ന അർത്ഥത്തിൽ ജനങ്ങൾ വിധി എഴുതുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. ടൈംസ് നൗ പറയുന്നു NDA 116 വരെ, മഹാസഖ്യം 120 വരെ. ABP പറയുന്നു NDA 128 വരെ, മഹാസഖ്യം 131 വരെ. എല്ലാറ്റിലും ഭൂരിപക്ഷം മഹാസഖ്യത്തിന് തന്നെ ജനങ്ങൾ കൊടുക്കുന്നതായിട്ടും തേജസ്വി മുഖ്യമന്ത്രിയായി കാണണമെന്ന് താൽപര്യപ്പെടുന്നതായിട്ടും അറിയിപ്പിൽ പറയുകയാണ്. ഇന്ത്യയുടെ ISRO PSLV C-49 എന്നുള്ള റോക്കറ്റ് ഒന്ന് വിക്ഷേപിച്ചു വിജയകരമായിട്ട്. 10 ഉപഗ്രഹങ്ങളും കൊണ്ടാണ് അത് പോയിരിക്കുന്നത് ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ വേണ്ടി. EOS എന്ന ഇന്ത്യയുടെ ഒരു ഉപഗ്രഹം, അമേരിക്കയുടെ 4 എണ്ണം അടക്കം 9 വിദേശ ഉപഗ്രഹങ്ങൾ എന്നിങ്ങനെയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 11 മാസത്തിനിടയിൽ അല്ലെങ്കിൽ 2020-ൽ ISROയുടെ ഏറ്റവും വലിയ നേട്ടമായി ഈ PSLV C-49 വിക്ഷേപണം കരുതപ്പെടുന്നു. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീൻ അറസ്റ്റിലായി. ഫാഷൻ ഗോൾഡ് നിക്ഷേപക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു തമാശ പോലെയായി ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധിന്യായ സൂചനകൾ മാറുന്നു. ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. 270 എന്ന നിർണായക അക്കത്തിൽ ജോ ബൈഡൻ എത്തുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഇത് എണ്ണിത്തീരാൻ സമ്മതിക്കുന്നില്ല. കോടതിയിൽ ഇടപെടൽ, അങ്ങനെ ട്രംപ് പ്രശ്നങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന് 213 കിട്ടിയിട്ടുള്ളൂ. 253 ഉറപ്പിച്ചിട്ടുണ്ട് ജോ ബൈഡൻ. പെൻസിൽവേനിയ അതിൻ്റെ അവസാന റിസൾട്ട് കൂടി വരുമ്പോൾ നിർബന്ധമായും
ജോ ബൈഡൻ അധികാരത്തിലെത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചന വന്നിട്ടുണ്ട്. കേരളത്തിൽ 7201 കേസുകൾ, 28 മരണവും. അതാണ് നേരത്തെ പറഞ്ഞത്. ദേശീയ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ക്വാറന്റൈൻ ഇളവിന്റെ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. സൗദി അറേബ്യയിൽ 19 പേർ മരിച്ചു, UAE-യിൽ 4 പേർ മരിച്ചു, ഖത്തറിൽ ഇന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിൽ 4 പേർ മരിച്ച കാര്യം നേരത്തെ പറഞ്ഞു. ബഹ്റിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഒമാനിൽ അവധിയായതുകൊണ്ട് റിപ്പോർട്ട് വരികയുമില്ല. കുവൈറ്റ് വാർത്തയുടെ ഇന്നത്തെ നവംബർ 7 ഈ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.